ഹലോ, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ക്രിസ്പി സ്നാക്സാണ്. അത് നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടാലോ? എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ലൈക്ക്, ഷെയർ, സപ്പോർട്ടും കൂടി ഒന്ന് ചെയ്തേക്കണം കേട്ടോ. ക്കാൻ വേണ്ടിയിട്ട് ഞാൻ 2 ഉരുളക്കിഴങ്ങിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ഇത് നമുക്ക് ഇതിലിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക. ഇതിനെല്ലാത്തിലൂടെ സൗകര്യമുള്ള ഗ്രേറ്റർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിലുപയോഗിച്ചാൽ മതി. എനിക്കിപ്പോൾ ഇതാണുള്ളത്. അപ്പം നമുക്കിതൊന്നും ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കണേണ്. ഇത് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊരു വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് അതിൻ്റെ സ്റ്റാർച്ച് കളഞ്ഞെടുക്കാം. നമുക്ക് ഒന്ന് കഴുകി നമുക്കൊന്ന് സ്ട്രെയിനറിൽ ഊറ്റിയെടുക്കാം. നമുക്കപ്പോൾ ആ ഉരുളക്കിഴങ്ങൊക്കെ നമ്മൾ നന്നായിട്ട് കഴുകി ഒന്ന് 2 പ്രാവശ്യം ഞാൻ ഇത് കഴുകിയിട്ട് ഇതിൻ്റെ സ്റ്റാർച്ച് ഒന്ന് കളഞ്ഞിട്ട് ഞാൻ അതേ ഊറ്റി സ്ട്രെയിൻ ചെയ്ത് വെച്ചേക്കണേണ്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായിട്ടുണ്ട്. നമുക്കൊരു 3 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കണേണ്. വെളിച്ചെണ്ണയാണ് എടുത്തേക്കണത്. നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഇതിലേക്ക് ഞാനൊരു ചെറിയ സ്പൂണാണ് നല്ല ജീരകമാണ്, നമുക്കിതിനകത്തേക്ക് ഇട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതുപോലെ തന്നെ ഞാൻ 1 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ്, അതും കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇതിലേക്ക് ഞാൻ 2 ചെറിയ പച്ചമുളക് എടുത്തേക്കണം, അതും കൂടി ചെറുതായിട്ട് അരിഞ്ഞു കൊടുത്തേക്കണം, അതും കൂടി ചേർത്ത് കൊടുത്ത് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമുളക് ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മളത് ആ ഗ്രേറ്റ് ചെയ്ത കിഴങ്ങിനെ ഇട്ട് കൊടുക്കണേണ്, ഉരുളക്കിഴങ്ങ്. ഇതിനൊന്ന് നന്നായിട്ട് നമുക്ക് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിന് പാകമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക്. അപ്പോൾ വേഗം ഒന്ന് വഴന്ന് കിട്ടുമല്ലോ. നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്കിതിനകത്തേക്ക് കുറച്ച് ഒരു ചെറിയ സ്പൂൺ ചില്ലി ഫ്ലേക്സാണ്, അതും കൂടി ചേർത്ത് കൊടുക്കുക. ഇതൊന്ന് ഇളക്കി കൂട്ടി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും നമുക്ക് ഇതൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് എണ്ണയൊക്കെ ഒന്ന് പിടിച്ച് വരട്ടെ. അപ്പോഴത്തേക്കൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നല്ല പോലെ ഒന്ന് ഉടഞ്ഞ് ചേർന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ നല്ലപോലെ വെന്തിട്ടില്ല, എന്നാലിതൊന്ന് എല്ലാം യോജിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കണം. ഇതിന് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കണേണ്. രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് ഇതൊന്ന് ഇളക്കി കൂട്ടി കൊടുക്കുക. ഫ്ലെയിം ഫുള്ളിലേക്ക് വെക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ അല്പം നേരം കുറച്ചിട്ടിട്ടുണ്ടായി. എന്നിട്ടൊന്ന് ഫ്ലെയിം ഫുള്ളിലേക്ക് ഇട്ട് കൊടുക്കണേണ്. ഇതിലേക്ക് മാഗിയുടെ ഒരു ചിക്കൻ ക്യൂബാണ്. ഇതൊന്ന് ഞാനൊന്ന് ഇതിനകത്തേക്ക് പൊടിച്ച് ചേർത്ത് കൊടുക്കണേണ്. ഇത് തിളക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിപ്പോൾ ചിക്കനും ചേർക്കുന്നുണ്ട്, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്താൽ മതി. ഇതിങ്ങനെ ഇടുമ്പോൾ നമുക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടും നമ്മുടെ ആ ഉണ്ടാക്കുന്ന ഡോനട്ടിന്. നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നമ്മൾ ആ 2 കപ്പ് വെള്ളം എടുത്തതിൻ്റെ അതേ അളവിൽ തന്നെയുള്ള 1 കപ്പിൽ ഞാൻ അരിപ്പൊടിയാണ്, വറുത്ത അരിപ്പൊടിയാണ് എടുത്തേക്കണത്. ഇത് നമുക്ക് ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. ഇതൊന്ന് നമുക്ക് ഇളക്കി കൂട്ടി എല്ലാ ഭാഗത്തേക്കും മിക്സ് ചെയ്തെടുക്കുക. തീ കുറച്ച് വെച്ചേക്കണേണ് കേട്ടോ. നല്ലപോലെ എല്ലാ ഭാഗത്തേക്കും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കണത്. ഇതേ സമയം നമ്മൾ അതിൻ്റെ ഉപ്പൊക്കെ നോക്കുക, പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടോയെന്ന് നോക്കുക. നല്ലപോലെ മിക്സാക്കി എല്ലാം കൂടി ആയിട്ടുണ്ട്. എല്ലാം ഒരുമിച്ച് യോജിച്ചിട്ടുണ്ട്. പൊടിയൊക്കെ ആയിട്ട് പൊടിയും നല്ലപോലെ വെന്ത് നമ്മൾ വാട്ടിയെടുക്കണ പോലെ തന്നെ വന്നിട്ടുണ്ട്. ഒരു ഒറ്റ ഉരുളയായിട്ട് തന്നെ വരുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ കുറച്ച് ചിക്കൻ വേവിച്ച് ഉപ്പും കുരുമുളക് കൂടി ഇട്ട് വേവിച്ച് ഒന്ന് മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുത്തേക്കാണ്. ഇത് നമുക്ക് ഇതിനകത്തേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലാണ് 2 ചെറിയ പീസ് എടുത്തിട്ടാണ് ഞാനിത് ഇങ്ങനൊന്ന് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തേക്കണത് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ചേർത്താൽ മതി കേട്ടോ. അല്ലാതെ തന്നെ അത് നല്ലൊരു ടേസ്റ്റുള്ളൊരു സ്നാക്സാണ്. അത് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം നമുക്ക് ചിക്കനൊക്കെ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിലേക്ക് നമ്മൾ 1 പിടി
മല്ലിയിലയാണ്. അത് ഞാൻ നല്ലപോലെ ചെറുതാക്കി ചോപ്പ് ചെയ്തെടുത്തേക്കാനാണ്. അതും കൂടി ചേർത്ത് കൊടുക്കുക. ഏറ്റവും കൂടുതൽ മല്ലിയിലയാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിനാണ് നല്ലൊരു ടേസ്റ്റും വരുന്നത്. ഇളക്കി കൂട്ടിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ കൂടെ നമ്മളൊന്ന് ഇച്ചിരി മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നതാണ്. ഞാൻ നേരത്തെ കാണിക്കേണ്ടതായിരുന്നു, വിട്ടുപോയി ഞാൻ. ഒരു 1/4 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുന്നതാണ്. എരിവ് നോക്കിയപ്പോൾ എനിക്ക് കുറച്ചും കൂടി എരിവാകാമെന്ന് തോന്നി. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇതിൻ്റെ ഒപ്പം ചേർത്ത് കൊടുക്കുന്നതാണ്. ഒരു എരിവിൻ്റെ കുറവുള്ള പോലെ തോന്നിയപ്പോൾ നമ്മളൊന്ന് ചെറുതായിട്ട് ഉപ്പൊക്കെ നോക്കുമ്പോൾ നമുക്ക് ഒരു എരിവ് തോന്നിയില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുന്നതാണ്. ആകെ 2 പച്ചമുളകും കുറച്ച് ചതച്ചമുളകും കൂടിയല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഒരു എരിവിനൊരു കുറവുണ്ട്, പച്ചമുളകിന് എരിവ് കുറവ്. അപ്പം നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോഴും അത് ചേർത്തില്ല എന്ന് വെച്ചും കുഴപ്പമില്ല, കുട്ടികൾക്കൊക്കെ കഴിക്കാനുള്ളത് കൊണ്ട് നമുക്കത് കുറക്കാം. പക്ഷെ ഞാൻ ഇതിനോട് ചേർത്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഈ പൊടി ചേരുമ്പോൾ നമ്മൾ കുറച്ച് എരിവ് മുൻപിൽ നിൽക്കണമായിരിക്കും നല്ലത്. നന്നായിട്ട് കൈകൊണ്ട് തന്നെ നമുക്ക് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതിപ്പോൾ ഞാൻ നല്ല ചൂടുണ്ട്, അപ്പോൾ അതുകൊണ്ട് ഞാനിത് കയ്യിലുകൊണ്ട് തന്നെ മിക്സ് ചെയ്യണതാണ്. മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കയ്യിൽ അല്പം എണ്ണ തേച്ച് കൊടുക്കാം. അപ്പോൾ എണ്ണ തേച്ചിട്ട് നമുക്കിതൊന്ന് പിടിച്ചെടുക്കാം. ഇങ്ങനെ ഓരോ ഉരുളകളാക്കി നന്നായിട്ടൊന്ന് ഉരുട്ടിയെടുത്ത് നമ്മൾ കയ്യിലിട്ട്, കയ്യിൽ 2 കയ്യിൽ എണ്ണ തേച്ചിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് നമുക്കിതൊന്ന് ഒരു ഡോണറ്റിൻ്റെ ഷേപ്പിൽ നമുക്ക് ഒന്ന് ഉരുട്ടിയെടുക്കാം. ഒരു ഉഴുന്നുവട മോഡൽ കേട്ടോ. നിങ്ങൾക്ക് ഇപ്പോൾ ആ ഷേപ്പ് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആക്കാം കേട്ടോ. ഒരു കട്ട്ലറ്റിൻ്റെ ഷേപ്പ് ആക്കാം. ഇപ്പോൾ ഞാനിങ്ങനെ പയ്യൊന്ന് വിരൽ കൊണ്ട് ഇങ്ങനെ ഷേപ്പാക്കി എടുക്കണേണ്. അധികം അങ്ങോട്ട് ഉരുട്ടിയെടുക്കണ്ട. അപ്പോൾ ചിലപ്പോൾ പിന്നെ ഉള്ളു വേകാൻ ഒരിത്തിരി താമസം പിടിക്കുമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഒരു മീഡിയം സൈസിൽ തന്നെ എടുത്താൽ മതി. അല്ലേ, ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കിയെടുക്കുക. നമ്മളിതെല്ലാം ഡോണറ്റിൻ്റെ ഷേപ്പിൽ എല്ലാം റെഡിയാക്കിയിട്ടുണ്ട്. എനിക്ക് 18 എണ്ണം കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുക്കുക. അടുപ്പ് കത്തിച്ച് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. അത് വറുത്തെടുക്കാനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിത് ഓരോന്ന് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊരു സൈഡായിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇതൊരു ചെറിയ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഞാൻ വെച്ചേക്കണത്. ഹൈ ഫ്ലെയിമിലിട്ട് വറുത്തെടുത്താൽ ചിലപ്പോൾ ഇത് എൻ്റെ ഉള്ളിൽ വേവില്ല. അപ്പോൾ അതാണ് ഞാൻ ലോ ഫ്ലെയിമിലേക്കാണ് ഇട്ടേക്കണത്. ലോ ടു മീഡിയം. ഉള്ളൊക്കെ ഒന്ന് വേകാനുണ്ടല്ലോ. അപ്പോൾ അത് കുറച്ച് ഫുള്ള് അങ്ങോട്ട് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കങ്ങോട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ വേണം ഇതൊന്ന് വറുത്തെടുക്കാനായിട്ട്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കണേന്, നല്ല മുരാന്നിരിക്കണേ. ബാക്കിയുള്ളതും കൂടെ നമുക്ക് അതേപോലെ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ഡോണറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പിയാണ്. കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ ഒരു ഈദിൻ്റെ സമയങ്ങളിലൊക്കെ നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അത് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കമൻറ്റ് ഇട്ടേക്കണം.